മാലാഖമാരോടുകൂടെ വരുവാനിരിക്കുന്നവനും അവശിഹാതമ്പുരാനെ സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും തിരുമുൻപാകെ പരിഭ്രമിച്ച് വിറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രോബേന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയമായ മേഘങ്ങളിൽ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണു പോവുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയെ ദ്രവിച്ച് ചേർന്നു പോയ സർവ്വശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെയും സ്രഷ്ടാവും നിർമ്മിതാവും എന്ന നിലയിൽ സൃഷ്ടിശക്തിയുള്ള വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചിട്ടുള്ളവയെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമജനകവും ഭയങ്കരവുമായ നിന്റെ സിംഹാസനത്തിന് മുൻപാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനും ആദിയുമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ ആ സമയത്ത് നിന്നിലുള്ള പ്രത്യാശയോടെ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ മാതാവിനെ നിന്റെ വലതുഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവായി കൊണ്ട് അരുളി ചെയ്തിട്ടുള്ളതായ ആ വചനം ഞങ്ങളിലും ഈ ദാസിയിലും നിറവേറ്റണമേ. ഞങ്ങളും ഞങ്ങളുടെ വാങ്ങിപ്പോയവരും നിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്ന് വന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. നഗരകവാടം വഴിയായി ഞാൻ പോകും നേരം കേട്ടേനൊരു നാദം ശ്രദ്ധിച്ചെന്നരികെ നിന്നേറ്റം ഖേദം തോന്നും നിനദത്തെ ലളിതകളേബര തരുണന്മാരെയും ബാലന്മാരെയും കണ്ടേ പ്രഭുവനിതകളും ദാസികളും സന്താപാരവത്തിൽ പാടുന്നു. സമേതം ചോദിച്ചേൻ കേഴും നെന്തിന്നേവം സുന്ദരരെ വ്യഥയോടെന്തിനു പാടിയിടുന്നെന്നോ ഡോദി മൂഢ മിണ്ടാതെ നീ കാണുന്നൊരു സൗന്ദര്യം പാതാളത്തിൽ പാഴായി പോയിടും ഈ രക്താംബര രുചിരതയെ ഈയുള്ളോർത്തൻ ഭൂഷ സുഭഗതയെ മരണമശേഷം മായിക്കും ഈ സൗന്ദര്യം പ്രാത കാലത്തിൽ തെളിവാകും സൂര്യനു തുല്യം ഈ സൗന്ദര്യം പാഴ്പുൽ കൊടിയിന്മേലങ്ങും തൂമഞ്ഞിനു തുല്യം ഈ സൗന്ദര്യം സന്ധ്യാവേളയതിൽ വാടിയിടും പൂവിനു തുല്യം പാതാളത്തിൽ പാഴാം രൂപത്തിൽ കനിയുക കർത്താവേ ജീവൻ നൽകി തേജോ വസനം നീ അതിനെ അണിയിച്ചിടണമേ സർവ സ്തോത്രം സ്തോത്രം ദേ പറക്കുമോൻ ബലവാനും മഹാകാരുണ്യവാനും ദയാലുമായ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിലേക്ക് നീ എടുത്തിരിക്കുന്നതിനാൽ നിന്റെ പ്രാപിച്ചിരിക്കുന്ന ഈ സഹോദരിക്ക് വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ അണച്ചിരിക്കുന്ന ഈ ധൂപം കൈക്കൊണ്ട് സ്വർഗീയ യെരൂശലേമിൽ മോഹനീയ വാത്സല്യത്തെ അവളെ ആശ്വസിപ്പിക്കണമേ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്കും ഇവിടെ അർഹരാക്കുകയും ചെയ്യണമേ. ദേവേശ നിൻ പരിചാരിക തന്നാത്മത്തെ സസമാധാനം കൈക്കൊള്ളുകാം, കന്മഷമകിലം മോചിക്കാം, ഇവളെ വിധിക്കരുതേ നാഥ.
നിർമായൻ നീയേകൻ താൻ അപരാധികളർഹിച്ചിടും നരകത്തീന്നവൾ രക്ഷിതയായി കൽപ്പന കാത്തവരോടൊപ്പം ശോഭനമണിയറ പൂകേ ബാറയ്ക്കുമോ ആമൃതിയെ നീ ഞെളിയേണ്ട മൃതരായോർമേൽ അവരുടെ മേൽ തെല്ലില്ല നില അധികാരവും അവകാശമതും ബലവാനാം സ്രഷ്ടാവ് അവരെ വിസ്തരണം ചെയ്യും നൂനം സാക്ഷാൽ അവകാശികളും തൽ സുതരും ദാസരും അവരല്ലോ നിൻ കൈകളിൽ നിന്നവരെ വീടേകും സ്വർഗമഹാരാജ്യം അഞ്ചീട മരണത്തെ ഞാൻ നിദ്രാഭീതിയുമില്ലെന്നിൽ ദൈവം തീയിൽ നടത്തിയിടും വിധിയോർത്തഞ്ചിടുന്നേ ഞാൻ ബാറയ്ക്കുമോ ദീവാഗ്ദാനത്തിൻ നാടാൻ സ്വർഗമഹത്വം ചാർത്തിയിടും സൂനോ ധ്വനി ജീവൻ നൽകി നിന്നെ വലത്തായി ചേർത്തിടും കാന്തനു കാത്തോരാം കന്യാസ്ത്രീകളെ നീ പ്രാപിക്കും സഹജേ പുനരുത്ഥാനത്തിൽ വ്യാകുലലോകമതൻ ചിന്താവിഷയമതായി ആദിമകാലത്തെ കന്മാനസമോടി സൃഷ്ടിയോർത്തൊരു ഞാൻ വെമ്പീശാപത്താൽ മൃത്യുനിമിത്തം വേർപിരിയും നാൾ വരെയും നാരികളത്യധികം വ്യഥയിൽ നാൾ പോക്കി വേദനയോടു സുതരെ പ്രസവിച്ചിടുന്നു ജീവൻ പോയി വേർപിരിയും മാതാവേ നോക്കിടുമാത്മജരിൽ നെടുവീർപ്പുയരുന്നു തായില്ല പറവ കുഞ്ഞുങ്ങൾക്കൊപ്പം അതിസന്താപത്തിൽ രോധിച്ചിടുന്നു ഈ ദീനാരാവം കേൾക്കുന്നോരെല്ലാം ഖേദത്താലവരോടൊപ്പം കരയുന്നു ദൂതൻ ചാരേവൻ എന്നെ കൊണ്ടിഹ പോയി മാരകവാണത്താൽ എന്നിൽ ഭ്രമമേറ്റി നിർദയ പീഡകളാൽ മർദ്ദീശങ്കങ്ങൾ കാൺമിൻ വടിമോനാൽ എന്നെ താടിച്ച ഞാനാശ്രയഹീന ഞാനയ്യോദീന നിൻ സൃഷ്ടിയെ നാഥ കൃപയാൽ പുതുതാക്ക മുറിയോറാഹി മേലൈനു ആധാര കരുണാസമ്പൂർണ പുനരുത്ഥാനദിനെ നിന്നുടെ സൃഷ്ടിയെ നീ നവമാക്കിയിടേണം പതിബന്ധം ഹൃദയാൽ വേറായി വീരണ്ടായി തീർന്നൊരു സജയ്ക്കായി പ്രാർത്ഥിപ്പിൻ ഞങ്ങൾ അവരൊന്നാകണമേ പുനരുത്ഥാനത്തിൽ മോചിക്കുക പാപം മായിക്കുക ദോഷം
സത്യമേഴും വിധിയിൽ നാളിൽ പാടേണം പരിശുദ്ധന്മാരോ തിവൾ നിന്നെ സ്തുതിഗീതം. വന്നവനും വരുവോനും തന്നുയിരും സുതരെന്നു ശരീരാ മക്കൾ. ബഹുമാനപ്പെട്ട ഡോക്ടർ മാത്യു റിഗസച്ചൻ ഇപ്പോൾ ആശ്വാസവചനങ്ങൾ പകർന്നുകൊണ്ട് സംസാരിക്കും. ഏവർക്കും അവിടെ അല്പസമയം ഇരിക്കാവുന്നതാണെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കും. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏറ്റവും ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, ഈ മാതാവിൻ്റെ വേർപാടിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, സഹോദരങ്ങളെ, ബന്ധുക്കളെ, ചാർച്ചക്കാരെ, മാനുഷികമായ വാക്കുകൾക്ക് ആശ്വാസം നൽകുവാൻ സാധ്യമാകാത്ത ഒരു സന്ദർഭത്തിലാണ് നാം ആയിരിക്കുന്നത്. ഭൗതികമായ ദുഃഖം വളരെ വലുതാണ് എന്ന് എനിക്കറിയാം. ദൈവികമാകുന്ന ആശ്വാസമല്ലാതെ മനുഷ്യന്റെ വാക്കുകൾക്ക് ആശ്വാസം നൽകുവാൻ കഴിയും എന്ന ബോധ്യവും എനിക്കില്ല. പ്രത്യേകിച്ച് ഒരു ഭവനത്തിൽ നിന്ന് ഒരു മാതാവ് വേർപെടുമ്പോൾ അതിൻ്റെതായ ദുഃഖവും അതിൻ്റെ തീവ്രതയും ഏറെ വലുതാണ് എന്ന് ആരാധനയിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇപ്പോൾ ചൊല്ലിയ ആ ഗീതത്തിൽ തന്നെ ഇതാ ജീവൻ പോകുമ്പോൾ ഈ മാതാവ് വേർപെടുന്നു, അപ്പോൾ മക്കളിൽ ഏറെ നെടുവീർപ്പുകളോടുകൂടെ അവർ വിലപിക്കുന്നു എന്ന് അവിടെ പറയുന്നുണ്ട്. ഒരു തള്ളപ്പക്ഷി നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങളെ പോലെ, കുഞ്ഞു പക്ഷികളെ പോലെ അവർ സന്താപത്തോടുകൂടെ വ്യതയോടുകൂടെ കരയുന്നു എന്ന് ആരാധനയിൽ തന്നെ പ്രത്യേകമായിട്ട് കാണുന്നു. വീടിൽ അളവില്ലാതെ ഓടി നടക്കുകയും അവരുടെ പരിചരണമൊക്കെ നിർവഹിക്കുകയും ചെയ്ത ഒരു മാതാവ് ദൈവസന്നിധിയിലേക്ക് ഈ ദൃശ്യമായ ലോകത്തിൽ നിന്ന് അദൃശ്യമായ ലോകത്തിലേക്ക് മാറ്റപ്പെടുമ്പോൾ അതിനുണ്ടാകുന്ന ദുഃഖവും അതിന്റെ തീവ്രതയും ഏറെ വലുതാണ് എന്ന് നമുക്കറിയാം. 65 സംവത്സരം ഈ ലോകത്തിൽ ജീവിക്കുകയും ഈ ഭവനത്തെ പരിപാലിക്കുകയും ഈ മക്കളെയൊക്കെ വളർത്തുകയും ഒരു കുടുംബിനിയായി ജീവിതം ആരംഭിക്കുകയും അങ്ങനെ മക്കളെയും കൊച്ചുമക്കളെയൊക്കെ കാണുവാൻ തക്കവണ്ണമുള്ള ഭാഗ്യമുണ്ടായിയാണ് ഈ അമ്മ കടന്നു പോകുന്നത് എന്നത് നമുക്കറിയാം. പ്രത്യേകിച്ച് ഏറെ രോഗാർദ്ധമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി. ഏറെ ദുഃഖങ്ങളുണ്ടായിരുന്നു, വേദനകളുണ്ടായിരുന്നു എന്നത് നമുക്കറിയാം. എന്നാൽ ഇന്നു മുതൽ ദുഃഖങ്ങളോ നെടുവീർപ്പുകളോ വേദനകളോ വൈദ്യനോ ഒന്നും ആവശ്യമില്ലാത്ത അദൃശ്യമായ ലോകത്തിലെ ആശ്വാസത്തിനായി ഈ അമ്മ കടന്നു പോകുന്നു എന്നുള്ള വലിയ പ്രത്യാശ നമുക്കുണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഈ ഭവനവുമായി എൻ്റെ ഭവനത്തോട് ചേർന്ന് അടുത്ത് താമസിക്കുന്നു എന്നുള്ള ഒരു സ്നേഹമുണ്ട്. ഒരു പ്രാവശ്യം ഈ ഭവനത്തിൽ വരുവാനും പ്രാർത്ഥിക്കുവാനും ഉണ്ടായ അവസരത്തെയും പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. ഈ ഭവനം വളരെ കോളേജിനടുത്ത് ആണ് താമസിച്ചിരുന്നത്. എന്നാൽ കുറെ കാലം മുമ്പ് ഇവിടെ വന്ന് ഭവനം ചമച്ച് ഇവിടെ പാർക്കുവാൻ തക്കവണ്ണം ഇവർക്ക് ഭാഗ്യമുണ്ടായി. അത് മാത്രമല്ല, ഈ അമ്മയുടെ മകൻ ഷൈനോ ഒരു കാലഘട്ടത്തിൽ ഒരുമിച്ച് പഠിക്കുവാൻ തക്കവണ്ണമുള്ള അവസരവും എനിക്കുണ്ടായി എന്നതും പ്രത്യേകം ഓർക്കുകയാണ്. അങ്ങനെ വളരെ ഈ അമ്മയെ കാണുന്ന സന്ദർഭങ്ങളിലൊക്കെ വളരെ ശാന്തമായി വളരെ സൗമ്യമായി ഇടപഴകുന്ന ഒരു മാതൃകയുള്ള ഒരു കുടുംബിനിയായിട്ട് കാണുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു അമ്മയുടെ വേർപാട് മാനുഷിക ദുഃഖം ഉണ്ടാക്കുന്നുവെങ്കിലും ഈ അമ്മ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയി ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, ഈ മക്കൾക്ക് വേണ്ടി, കൊച്ചുമക്കൾക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു എന്നത് വളരെ പ്രത്യാശയോടുകൂടെ നമ്മൾ ഓർക്കേണ്ടതാണ്. ഈ ലോകത്തിൽ ദുഃഖമുണ്ടായിരുന്നു, വേദനയുണ്ടായിരുന്നു. അപ്പോൾ പ്രാർത്ഥനയിൽ ഇടയ്ക്കൊക്കെ വിഘ്നം സംഭവിച്ചു കാണാം. പക്ഷേ ഇനിയും അതില്ല. നിരന്തരമായി മാലാഖമാരുടെ ഗണങ്ങളോട് ചേർന്ന്, വിശുദ്ധന്മാരുടെ സംഘങ്ങളോട് ചേർന്ന് അനവരതം സ്തുതിക്കുവാൻ തക്കവണ്ണം ഈ അമ്മ കടന്നു പോകുന്നു എന്നുള്ള വലിയ പ്രത്യാശ പ്രിയപ്പെട്ടവരെ ഭരിക്കട്ടെ. നമുക്ക് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ഒരു വാക്ക് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന് 3-ാം വാക്യത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നിങ്ങളുടെ മരിച്ചവർ മരിച്ച് അവരുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ അവരും അവനോടൊപ്പം വെളിപ്പെടും. ഇതാണ് നമ്മുടെ പ്രത്യാശ. ഈ അമ്മ കുറെ കഴിയുമ്പോൾ നമ്മുടെ ദൃഷ്ടികളിൽ നിന്ന് മറയും. എന്നാൽ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. കർത്താവിനോട് കൂടെ ആയിരിക്കുന്നു. കർത്താവിനോട് കൂടെ ഇരിക്കുന്നവർക്ക് ഒരിക്കലും നിഷ്ക്രിയരായിരിക്കുവാൻ സാധ്യമല്ല. അനവരതം ദൈവത്തെ സ്തുതിക്കുവാൻ, ആത്മാവിൽ
മാലാഖമാരോട് ചേർത്ത് ദൈവത്തെ സ്തുതിക്കുവാനുള്ള ഭാഗ്യം ഈ അമ്മയ്ക്ക് ഉണ്ടാകുന്നു എന്നത് ഏറെ ശ്രദ്ധേയമായ വസ്തുതയാണ്. മാനുഷികമായ കുറവുകൾ മനുഷ്യരെന്ന നിലയിൽ എല്ലാവർക്കും സംഭവമായത് ഈ ദാസിക്കും സംഭവിച്ചിരിക്കും. പക്ഷേ ദൈവത്തിന്റെ കരുണ അതിനെ പരിഹരിക്കുകയും തന്റെ മാലാഖമാരോട് ചേർന്ന് വിശുദ്ധന്മാരുടെ സംഘത്തിൽ നിർത്തുവാൻ തക്കവണ്ണം ഈ അമ്മയ്ക്ക് ഇടയാകുകയും ചെയ്യട്ടെ. വെളിപാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 7, 8, 9 അധ്യായങ്ങളിൽ അതാ അവിടെ വായിക്കുകയാണ്. സിംഹാസനത്തിന് മുമ്പിൽ കുഞ്ഞാടുകളുടെ ഒരു വലിയ സംഘത്തെ അവിടെ കാണുന്നുണ്ട്. എണ്ണിക്കൂടുവാൻ കഴിയാത്ത ഒരു വലിയ സംഘം അവിടെ കാണുന്നുണ്ട്. ഇവരാരെ എന്ന് യോഹന്നാൻ ശ്ലീഹ ചോദിക്കുമ്പോൾ ദൂതൻ പറയുന്ന മറുപടിയുണ്ട്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് കടന്നു വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി വെളുപ്പിച്ചവർ എന്ന് ദൂതന്റെ വെളിപ്പെടുത്തലുണ്ട്. ഈ അമ്മ ആ സംഘത്തോട് ചേർന്ന് നിൽക്കുകയാണ്. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി വെളുപ്പിച്ച വിശുദ്ധന്മാരുടെ ഗണത്തിൽ ഈ മാതാവും പങ്കുകാരാകുന്നു എന്നുള്ള വലിയ ബോധ്യം, ആ വലിയ ദൃശ്യം ഈ പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കട്ടെ. ഇവരുടെ ദുഃഖത്തിൽ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിനെയും ഹൃദയത്തിൽ നിന്ന് വേദനയൊക്കെ പരിഹരിക്കട്ടെ. അവിടെ ദൈവസന്നിധിയിൽ ഈ അമ്മയെ വീണ്ടും ഓർക്കുമ്പോൾ വളരെ ശ്രദ്ധേയമായി ശ്രേഷ്ഠമായ ഇടങ്ങളിൽ ഈ ഭവനത്തിനു വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന വലിയ പ്രത്യാശയോടുകൂടി അമ്മയെ യാത്രയിക്കുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ടവർക്ക് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുശോചനവും യാത്രാമംഗളങ്ങളും നേരുന്നു. ഇനി കർത്താവ് വെളിപ്പെടുന്ന മഹാദിവസത്തിൽ ഈ മാതാവിനെ നാമും ലജ്ജാരഹിതമായ മുഖങ്ങളോട് കാണുവാൻ, പ്രകാശമുഖങ്ങളോട് കാണുവാൻ ഭാഗ്യം നമുക്കും ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. ഏവർക്കും എഴുന്നേൽക്കാം. ഭവനത്തിൽ വെച്ച് ധുവപ്രാർത്ഥന നിർവഹിച്ച് ഈ ശുശ്രൂഷ പൂർത്തിയാക്കാം എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കും.